കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആകെ തിരക്കായി പോയി. ഞാൻ കുറേ ട്രിപ്പ് പോയി അല്ലേ, കുറച്ച് ദിവസം ഞാൻ ട്രിപ്പ് പോയി, അസർബൈജാനൊക്കെ പോയി വന്ന്, പിന്നെ ഇപ്പോഴാണ് പോയി ഒരു ഒഴിവ് കിട്ടിയത്. പിന്നെ ക്ലാസ്, സ്കൂള്, കാര്യങ്ങൾ അങ്ങനെ പോവാണ്. അപ്പോൾ ഒഴിവ് കിട്ടിയപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അല്ലേ. പിന്നെ അപ്പോൾ എന്താ വെച്ചാൽ നെഷ് പറഞ്ഞ് പിന്നെ അതായത് അമ്പരപ്പിക്കുന്ന ഒരു പുതിയ ഐറ്റമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞായിക്കോട്ടെ എന്നാൽ എന്താ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ എന്താ ഉണ്ടാക്കണേ, ഇന്നൊരു സാധനം ഉണ്ടാക്കി തരാം കേട്ടോ. എന്താ അതിൻ്റെ പേരെത്താണ്? പേരൊന്നുമില്ല, ഉണ്ടാക്കുമ്പോ എന്താണെന്ന് തോന്നുന്ന ആ സാധനം. എന്നാലും അതിൻ്റെ ഒരു പേരുണ്ടല്ലോ, അതാവുണ്ടോ ലാസ്റ്റ് നോക്കണം. പതി ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കണത്. അപ്പൊ നമുക്ക് ചിക്കനൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ എവിടെ വീഡിയോ ഉണ്ടാണ് ചിക്കൻ കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്, ഇതുവരെ തിന്നിട്ടില്ല. നമ്മൾ പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം തിന്നിട്ടുള്ളൂ. മറ്റേ ഇതില്ലേ ചട്ടിപ്പത്തിരി, ഇതില്ലേ ഇറച്ചിപ്പത്തിരി ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് വെറുതെ ഇങ്ങനെ ഉണ്ണിയപ്പ ചട്ടിയിൽ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും തോന്നി. അപ്പൊ ഞാൻ അത് അടിച്ചു നോക്കിയപ്പോ എനിക്ക് വീഡിയോ കിട്ടി. അപ്പൊ അങ്ങനെ തോന്നിയപ്പോ അടിച്ചു നോക്കി. അപ്പൊ അങ്ങനത്തെ സംഭവം ഉണ്ട്. ഓക്കെ അപ്പൊ ഞാൻ അതാവുമല്ലേ നമുക്ക് നോക്കട്ടോ. അപ്പൊ എന്താ വെച്ചാല് നെശ്വ അത് നമുക്ക് ഉണ്ടാക്കി തരാൻ പോവാണ്. അപ്പൊ ഒരു ഫ്രെയിം ഉണ്ടായില്ല എൻ്റെ കയ്യിൽ, എടുത്താ. അപ്പൊ സുഹൃത്തുക്കളെ എൻ്റെ നെശ്വന്റെ ഒരു ഫ്രെയിം ഒരാൾ അയച്ചു തന്നിട്ടുണ്ടോ. ഇതാണ് ഫ്രെയിം, നല്ല രസമുള്ള ചില്ലുമ്മ. അത് ഓൻ്റെ പേജ് കാണിച്ചു തന്നാ ചെക്കൻ്റെ. ഇത് ചെയ്ത ആളെ പേജ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഫ്രെയിം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഉമ്മച്ചിൻ്റെ ഒക്കെ ഉണ്ടോ? ഉമ്മച്ചിൻ്റെ ഇപ്പച്ചനെ ചെയ്തല്ലേ, എൻ്റെ ഒക്കെ ഉണ്ടല്ലേ. അല്ല ഇത് പേജ് ഏതാണ്? ഇതാണ് പേജ്, ക്രേസി സ്ക്രിബിൾസ് പറഞ്ഞ ഈ പേജാണ് കേട്ടോ ചെക്കൻ്റെ പേജ്. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ സംഭവം നമുക്ക് കിട്ടിയത് നല്ല. പിന്നെ റീക്രിയേറ്റ് പാട്ടായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല, ഒറിജിനലാണ് നമ്മളെ കോപ്പിറൈറ്റ് ചെയ്തോളൂ. അപ്പം അവരെ ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ ആൾക്കാർ തന്നെ ഒരു വരച്ചിക്കണം കേട്ടോ. അപ്പം സംഭവം രസമുണ്ട്. ഇത് വരക്കണം അങ്ങനെ ചെയ്യണാണോ അല്ലേ, എന്തോ ഒരു വെറൈറ്റിയിലെ സാധാ കിട്ടുന്ന ഫ്രെയിമിന്റെ നല്ല രസമുണ്ട്. അതായത് ഒരു ജീവനുള്ള പോലെ ഉണ്ട് കേട്ടോ. അതായത് കണ്ടോ പക്കയായിട്ട് സംഭവം ചെയ്ത് നിൽക്കണേ. ഇതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരോട് ചോദിച്ചു നോക്കിട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നെശ്വ പുതിയ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ റോട്ടുമ്മൽ വണ്ടിയൊക്കെ എടുത്തു കൊടുത്ത് നാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണേ. അപ്പോൾ ഇതിലൊക്കെ ഓടിക്കലുണ്ട് ഇടയ്ക്ക് നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ. അപ്പം നാളെ എന്താ വിളിക്കണേ റൈഡർ കണ്ണാപ്പി. അപ്പോൾ നെശ്വനിപ്പോൾ പരിചയമുള്ളവരൊക്കെ റൈഡർ കണ്ണാപ്പി എന്നാണ് വിളിക്കുന്നത്. ഓരോരുത്തർ റീൽസ് ഉണ്ടാവില്ലേ, പെണ്ണുങ്ങളൊക്കെ കണ്ട് സ്കൂട്ടി മതിലിന് കുത്തുന്നത്, അങ്ങനത്തെ ഒക്കെ ഇപ്പം എനിക്ക് എല്ലാവരും അയച്ചു തരുന്നത്. അപ്പം എന്താ വെച്ചാൽ നെശ്വ മിഞ്ഞാന്നൊരു കാക്കാനെ കുത്തി തല്ലിടാൻ വയ്ക്കണം. അപ്പോൾ ഞാനവിടെ പോയോക്കി. അപ്പം ആൾക്കാരൊക്കെ അങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിക്കാണ് ഞാൻ ചെല്ലണത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എല്ലാവരും ആകെ പ്രശ്നത്തിലും കാര്യത്തിലും. അപ്പം ഞാൻ ചെന്നപ്പോൾ ഇവളോട് എന്ത് ചെയ്ത് എന്ത് പണി ചേട്ടിയെ ശ്രദ്ധിക്കണ്ടൊക്കെ പറഞ്ഞു. അതിൽ ആ കുത്തി തല്ലിടാൻ പോയ കാക്കഞ്ഞോട് വന്നിട്ട് ഓളൊന്നും പറയരുത് കാരണം എന്നോട്. അതിൽ ഞാൻ കരുതി ഇനിയിപ്പോൾ തെറ്റ് കാക്കാൻ്റെ അടുത്തിട്ടാണ് ഇവിടെ അടുത്തല്ലേ. അതിൽ കാക്ക പറഞ്ഞ് ആൾക്കാരൊക്കെ നോക്കിക്കല്ലേ. കാക്ക പറഞ്ഞ ഓളൊന്നും പറയാതെ ഒരു പ്രശ്നമുള്ള അടുത്ത് ഒരു തെറ്റില്ല ഓളടുത്ത് എറണാണ്ട് എന്നോട് പറഞ്ഞ് തെറ്റിൻ്റെ അടുത്താണ് പറഞ്ഞു കാക്ക. അപ്പോൾ ഞാൻ കാക്കാൻ്റെ അടുത്ത് തെറ്റോ. അപ്പോൾ ഇവള് കുത്തി തല്ലണ വേണ്ടി എങ്ങനെ കാക്കാൻ്റെ അടുത്ത് ഇരുന്നു. അപ്പോൾ കാക്ക പറഞ്ഞ് ഓളിതിൽ വരുന്ന സമയത്ത് ഞാൻ ഇതിൽ വരാൻ പാടില്ല ഇനി, അപ്പൊ തെറ്റിൻ്റെ അടുത്താണ്. ഭയങ്കര സർഗാത്മക ശേഷിയാണ് കേട്ടോ. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് നോണ പറഞ്ഞതാ പറയും. പിന്നെ ഒരു ആക്കാരന് ഓള് വരുന്ന സമയത്ത് തെങ്ങുമ്പോ കയറിക്കേണ്ടി വെറുതെ പറയാണ് കേട്ടോ. അല്ല ഇത് നമ്മള് സ്വയം ഉണ്ടാക്കിയതാട്ടോ. അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഇടയായിട്ട് ഭയങ്കര സർഗാത്മക ശേഷിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വ്ളോഗ് എടുക്കാൻ പോവുകയാണ്. കുറേ കാലമായി വ്ളോഗ് എടുത്തിട്ട്. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഇന്നുണ്ടായത്. പിന്നെ നമ്മളെ പുതിയൊരു സിനിമ ഇറങ്ങിയില്ലേ, ലോക്കാറിന സിനിമ. അപ്പോൾ ആ സിനിമയിൽ ഹനാന് പാട്ട് പാടീനി. ആ പാട്ട് ഇപ്പം ഇന്ന് അതിൽ പിന്നെ അതിൻ്റെ ഓൻ പാടിയ പാട്ട് ഇന്ന് വന്നിക്കണ്. അപ്പം കേൾക്കാത്ത എല്ലാവരും പോയി കേട്ടോ. നല്ല അടിപൊളി പാട്ടാട്ടോ, സൂപ്പർ പാട്ടാണ്. അപ്പം നല്ല പാട്ട്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പാട്ട്. അപ്പോൾ കേൾക്കാത്ത എല്ലാവരും സ്പോട്ടിഫൈയിൽ പാട്ടുണ്ട്. പിന്നെ എന്തേനി പാട്ടിൻ്റെ പേര് നീയോ എടുത്താ, എൻ്റെ സ്റ്റോറി എടുത്താ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കണ്ട പാട്ട് കേട്ടോ കിട്ടും. നല്ല അടിപൊളി പാട്ടാണ്. ആ പാട്ട് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും റീൽസും സംഭവങ്ങളൊക്കെ ചെയ്തോളിട്ടോ. നല്ല അതായത് ട്രാവൽ ഇത് മാത്രം എന്ത് ചെയ്യുക. അതാണ് പാട്ട് കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. പാട്ട് ഈ പാട്ടാണ് കേട്ടോ. നീയോ പുഞ്ചിരി എന്ന് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും,
അതിൽ കാണാൻ പറ്റും കേട്ടോ, സ്പോട്ടിഫൈയിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പോയിങ്ങാണ്ട് പാട്ട് കേൾക്കുക, അതിനോട് എന്ത് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, എങ്ങനെയുണ്ട് എന്നൊക്കെ എല്ലാവരും നിങ്ങളെ അറിയിച്ചു കൊടുക്കിട്ടോ. അപ്പോൾ നമ്മൾ വ്ളോഗ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് നശ്വൻ്റെ വണ്ടി ഞാനാണ് കേൾക്കിയത്, വണ്ടി ഓട്ടുന്ന ഓളാണെങ്കിലും കേക്ക് ഞാനാണ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എല്ലാ വണ്ടിയും കേൾക്കിയ കൂട്ടത്തിൽ ഓളെ വണ്ടി ഞാൻ കേക്ക് കൊടുത്ത് നമ്മൾ വ്ളോഗ് എടുക്കാൻ പോവാണ്. ചിക്കൻ ഉണ്ണിയപ്പമാണ് നമ്മൾ ഇതാക്കാൻ പോകുന്നത്. അപ്പോൾ ഇമ്മുന് കയ്യിന് ഇന്നാൾ വീണിട്ട് അല്ലേ, കയ്യിന് സുഖമില്ല. അപ്പം നശ്വയാണ് ഇപ്പോൾ കിച്ചണിൽ ഫുള്ള് ഇതാക്കണത്. എൻ്റെ മേൽനോട്ടത്തിലാണ് പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ലീവില്ല ദിവസം അല്ലേ, ഇതെന്താ പറഞ്ഞത്, ലീവില്ല ദിവസം ഞാനാണ് ഫുള്ള് ഇതിന് ഹെൽപ്പാക്കൽ. പിന്നെ ഇതാ വണ്ടിയൊക്കെ കേക്ക്. അപ്പോൾ ഗായ്സ് നമ്മളിതാ കുക്കിംഗ് തുടങ്ങാൻ പോവാണ്. സൺഡേ കുക്കിംഗ് വിത്ത് നശ്വ. എന്തൊക്കെയാണ് സംഭവങ്ങൾ, സാമഗ്രികൾ പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് മല്ലിച്ചപ്പ്, ബ്രെഡ് ഡേറ്റ് ഇല്ലേ, ഡേറ്റ് ഉണ്ട്, ബ്രെഡ്, പിന്നെ കറിവേപ്പിലുണ്ട്, പിന്നെ ഇത് നമ്മൾ വരുത്തുമ്പോൾ നാരങ്ങ, പിന്നെ തക്കാളി, വെല്ലുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ സംഭവം, ഈ ഇങ്ങനത്തെ ഒരു പാത്രം. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കന്, ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഐഷുവിന് എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഒന്നും പറയാല്ലേ? ഇത് ആദ്യം അരിയാണല്ലേ ഫുള്ള്. നശ്വ ഒരു മാരകായുധം കൊണ്ട് എന്നെ ആക്രമിച്ചതാണത്. ഇത് പിടിച്ചാ, ഇത് പിടിച്ചാ, അറിയാതെ പറ്റിയാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അറിഞ്ഞുകൊണ്ടാണ് ഇത് എനിക്ക് തോന്നുന്നത്. സംഭവം മുറിയേക്കണ്. കൊടിയ മർദ്ദനങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് ഗൈസ് ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ കുട്ടി പറഞ്ഞേ? അത് ഞാൻ അറിയാതെ ചെയ്തതല്ലേ. ഈ വിദേശികളെ ഫുഡിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, മസാലകൾ ഉണ്ടാവില്ല, ഓല് മസാലേ ഉണ്ടാവില്ല, സ്പൈസസ് വളരെ കുറേ കാരണം. അതുകൊണ്ടാണ് ഓല ആരോഗ്യം തടിയൊക്കെ എന്ത് അങ്ങനെ വരുന്നത്. ഞാൻ ഇത്രയും ട്രിപ്പ് പോയ രാജ്യങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമായിട്ട്, അതായത് ഓലെ ഫുഡിൽ ഇന്നാളെ ഞങ്ങളതിനെ പറ്റി പറയുകയും ചെയ്ത്, ഓലെ ഫുഡിൽ നമ്മൾ ഈ സ്പൈസി ഒക്കെ ഉണ്ടല്ലോ തിന്നണേ, ഓയിലും കുറവേക്കാരം ഇത്, ഓയിൽ കുറവേക്കാരം, സ്പൈസി പറഞ്ഞ സാധനമേ ഉണ്ടാവില്ല ഓലെ അടുത്ത്. ഓലെ സ്പൈസി നമ്മളെ സാധാരണ നോർമല് നമുക്ക് കിട്ടണതില്ലേ, അതേക്കാരം ഒരു സ്പൈസി പറഞ്ഞ് തന്നാലും നമ്മക്കാണ് എന്ത് എരും എല്ലാം, അതായത് ഫുള്ളും മസാലയാണല്ലോ നമ്മള്. ഒന്നാമത് നമ്മളെ ടേസ്റ്റ് അങ്ങനെയാണ്, ഓല ടേസ്റ്റ് അങ്ങനെയാണ്, പക്ഷെ ഓല ടേസ്റ്റ് അങ്ങനെയുണ്ട്, ഓല ആരോഗ്യം അങ്ങനെയാണ്. അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ മസാല കൂട്ടട്ടെ. കൈ നീറും, അതിനെന്താ എരുവല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ചിക്കൻ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കട്ടോ. ചിക്കൻ ഇതിലേറെ ചെറുതാക്കണ്ടടി? അല്ല, ഞാൻ അത് ഫ്രൈ ചെയ്തിട്ട് ക്രഷ് ചെയ്യും. അല്ല, ഇത് ഇങ്ങനെ വെക്കിയത് ഇനി ഫ്രൈ ചെയ്യോ? ഇതിനി ഫ്രൈ ചെയ്യും, എന്നിട്ട് ഞാൻ ക്രഷ് ചെയ്യും. അപ്പോഴല്ലേ ഉണ്ണിയപ്പ ചട്ടിക്ക് പാകം ഉണ്ടാവും. ഇത് ഫ്രൈ ചെയ്യാനുള്ള പീസ. പുഴുങ്ങിക്കാണ്ട് ഇടാട്ടോ, അങ്ങനെ കണ്ട് ചിലവരൊക്കെ പുഴുങ്ങിയിട്ടവരുണ്ട്, ഫ്രൈ ചെയ്തിട്ടുണ്ട്. കാശിക്ക താങ്ക് യു. കാശിക്ക് കൊണ്ടുവന്ന് നിൽക്കുക. അപ്പൊ ആന്റിക്കില്ലേ ചോദിച്ചു നോക്കിയോളോട്. ആന്റിക്കില്ല? ഉണ്ടോ? രണ്ടാക്കുല്ലാണല്ലോ. എന്നെ ഓള് ഇന്റെ കുട്ടിയാണ്. ഓള് ആരോ കുട്ടിയാ ചോദിച്ചു നോക്കി. ആരോ കുട്ടിയാ? മധുരണ്ട്. ഫുൾ കോൺഫിഡൻസിൽ ഉണ്ടാക്കണ്ടോ. ഇതാകുമ്പോ പിന്നെ പാളാനൊന്നും ഇല്ല വെച്ച് തോന്നുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാല് ഒക്കെ പാടെ മിക്സ് ചെയ്ത് 100 പ്രൊഡക്റ്റ് 0. നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാം. ചിക്കൻ ആ മസാല പൊടിച്ചേക്കൂല, അതിമേല് മസാല പൊടിച്ചേക്കൂല, കാരണം ഇപ്പൊ തിരുമ്മി വെച്ചിട്ടല്ലേ ഉള്ളൂ. ഉണ്ടാക്കല്ലേ.
അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ ആക്കലാണ് അല്ലേ? ഞാൻ പൊരിച്ചണോ? നിങ്ങൾ അന്ന് തേങ്ങ എറിഞ്ഞിട്ട് നിങ്ങളെ കയ്യിൽ പോയി പിന്നെ അടുത്തത് എണ്ണ പൊരിച്ചു. എനിക്കറിയാം പൊരിച്ചാണിപ്പോൾ എനിക്കറിയാം. ചട്ടി കിട്ടാൻ പറയാം അപ്പോൾ ആർക്കും കഴിയും. ആർക്കും കഴിയും, പക്ഷെ നിങ്ങൾക്ക് കഴിയൂല. ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിക്കെന്താണ് ഇട്ട്? കറിവേപ്പില. ചിക്കൻ ഫ്രൈ ചെയ്യണേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്താ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനി ഇതിലാണ് എന്ത് ചെയ്യുക? പൊരിക്കുക. ഫ്രൈ ആക്കി എടുത്താൽ പിന്നെ കുക്ക് ചെയ്യണ്ടല്ലോ, മസാല ഒക്കെ റെഡി ആക്കിയിട്ട് പിന്നെ ഈ ഫ്രൈ ആക്കിയത് ഇനി ഇതേമാതിരി പൊടിച്ചോ? ഞാൻ ക്രഷ് ചെയ്യും. നമ്മൾ ഷവർമീക്കത് കാട്ടിയില്ലേ, അതേപോലെ ക്രഷ് ചെയ്യും. എന്നിട്ട് എൻ്റെ മസാല ഇട്ട് മിക്സ് ആക്കും. എനിക്ക് കല്യാണം ഉണ്ട്, വേഗം ഉണ്ടാക്കൂ. ഈ മസാലയിൽ എന്താ ചിക്കൻ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. മസാലയില് ഞാൻ ഇപ്പോൾ കാട്ടിയില്ലേ, ആ മസാലയിലോ? നല്ല രസമാണ്. പൂച്ച ഞാൻ എടുത്തരാം. ഒന്നെടുത്ത് തീ കിട്ടാൻ മതി. ചെറുത് ഓയ് ആര് ഉള്ളി കുറേ വേണം അല്ലേ? ഞാൻ കുറച്ചുണ്ടാക്കാന്ന് വിചാരിക്കണം. ഫസ്റ്റ് ടൈം അല്ലേ, കൊളായാലും വെറുതെ. അതെടുക്കണ്ടില്ല, ആൾക്കാർ വിചാരിക്കൂല ഞാൻ ക്രൂരത്തിയാണ്. ഒരു ചിക്കൻ ഫ്രൈ കൂടി കൊടുക്കലില്ല വിചാരിക്കൂല. ചട്ടകം കൂട്ടി ഒന്ന് തരൂ കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിന്റെ മെച്ചം എന്താ വെച്ചാൽ എങ്ങനെ കൊളാൻ സാധ്യമല്ല. കാരണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലിട്ട് കണ്ട് ഉണ്ണിയപ്പം മസാല കൊളായാലും കൊളാവും. ഇനിയിപ്പോ ചട്ടിന്ന് കിട്ടിയില്ലെങ്കിൽ കൊളാവും. ഇതിന്റെ പ്രത്യേകത പറയട്ടെ, ഈ മസാലയിൽ ഇപ്പൊ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ആരും അറിയാൻ പോണില്ല. അതാണ് ഇത് ഉണ്ണിയപ്പാണ് ഉണ്ടാക്കണത്. അതങ്ങനെയാണെന്നൊരു വിചാരിക്കും. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലോ, അത് മുന്നിൽ നിന്നിട്ടൊന്നുമില്ലല്ലോ. അതാണ് എൻ്റെ കോൺഫിഡൻസ്. അതാണ് എൻ്റെ കോൺഫിഡൻസ് എനിക്കറിയാം അല്ലേ? പക്ഷെ ഇത് ഉണ്ടാക്കാനുള്ള ഒരു മനസ്സ്, അതായത് ഓരോ പുതിയ പുതിയ ഐറ്റംസ് പരീക്ഷിക്കാനുള്ള ഒരു തോന്നലുണ്ടല്ലോ എനിക്ക്. അത് വലിയൊരു കിട്ടലാണ്. അല്ല ഇവിടെ മല്ലിയുണ്ട്, പറിച്ചുകൊണ്ടോ മരത്തുമ്പോ വെട്ടിക്കൊണ്ടോ. ഓക്കെ, നാളെ എന്തുണ്ടാക്കിയപ്പോ കുറെ ആൾക്കാർ പറഞ്ഞു തന്നില്ലേനോ? ഉന്നക്കായ കൊളായപ്പോ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്താൽ മതിയെന്ന് പറഞ്ഞു. കൊളായതല്ലേ, കൊളാക്കിയതല്ലേ? കൊളായതാ. ഈ ഒരു മൈൻഡ് സെറ്റ് കണ്ട് എത്തിക്കാന്നില്ലാണ് എന്റെ. അറിയൂലേനു അത് ഉണ്ടാക്കാന്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഉന്നക്കായ അല്ലേ, ഒന്നും ഉണ്ടാക്കിക്കോണോ ഉന്നക്കായ? ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഉന്നക്കായ ഉണ്ടാക്കിയാലോ. മറ്റെന്താരോ, ഇന്നെ കണ്ടാല് ആദ്യം ഒരാള് പറയുന്ന കാര്യമാണ് ഉന്നക്കായ എന്നുള്ളത്. സത്യം. മറ്റേ ഷവർമ്മ സക്സസ് ആയി, മക്രോണി സക്സസ് ആയി, ഇതൊന്നും ആരും എന്നോട് പറയില്ല. പക്ഷെ ഉന്നക്കായന്റെ കാര്യം എല്ലാവരും. മറ്റേ പ്രാഞ്ചിയേട്ടനില് മമ്മൂട്ടിന്റെ പേര് പ്രാഞ്ചിയേട്ടൻ തന്നെയായിരുന്നു. അതില് സ്വർണ്ണക്കട തുടങ്ങിയാറേ, അതായത് പേര് മാറാൻ വേണ്ടിട്ട്. അതില് ആൾക്കാർ ഇങ്ങനെ പറയുള്ളൂ, സ്വർണ്ണക്കട നടത്തുന്ന പ്രാഞ്ചിയേട്ടൻ. അതേമാതിരി ഉന്നക്കായ ഉണ്ടാക്കിയ റെസ്റ്റോറൻറ്റ് ഇനിയിപ്പോൾ വേറൊരു പുതിയത് ഉണ്ടാക്കുമ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് എൻ്റെ പേര് വെച്ച് പറയും. പഴയ പേര് പോകൂല. ഇതൊക്കെ വിളിച്ചാൽ തുടങ്ങിയതാണ്. അല്ല, ഞാൻ ഒരു വീഡിയോയിലുണ്ട്, ഇത് ഈ മൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ വെക്കാനാണ് ഈ ഹാൻഡില്. പക്ഷെ ഇവിടെ നിൽക്കണില്ല. എന്താ ഹാൻഡിലോ? ഇവിടെ ഇങ്ങനെ വെക്കുമല്ലോ. അങ്ങനെ മനസ്സിലായില്ല. ഈ പാത്രത്തിന്റെ മൂടില്ലേ, ഇവിടെ ഇങ്ങനെ മാറ്റി വെക്കണേന് പകരം ഇങ്ങനെയാണോല്ലോ ഇത് വെക്കല്. പക്ഷെ ഇതെങ്ങനെ വെക്കുക? വേണ്ട, പൊട്ടിയാലേ. വേണ്ട. സ്ഥലത്തിന്റെ ലൊക്കാലിറ്റിന്റെ നെയിം എന്തേനി? സുന്ദരമുക്ക്. എന്താണ്? സുന്ദരിമുക്ക്.
പിന്നെ നിങ്ങൾ ജനിച്ചതിന് ശേഷം 1997 മാർച്ച് 23 ശേഷം സുന്ദരമുക്ക് സുന്ദരമുഖം. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചൊക്കെ നെസ്വ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി വഴറ്റിയാൽ ഉള്ളി വഴറ്റി, പിന്നെ തക്കാളി ഇട്ടു. ഇനി എന്താണ്, മുട്ട പൊട്ടിച്ച് വരണോ? മുട്ട എന്തിനാ? അത് പൊട്ടിച്ച് വാരൂല, മസാല ഒക്കെ നിങ്ങൾ അതിന്റെ കുറച്ചും കൂടി ഇങ്ങോട്ട് വിട്ടുന്നാണ് പൊട്ടിച്ച് പാരാൻ വന്നിക്കണേ. പിന്നെന്തിനാണ് മുട്ട? മുട്ട പിന്നെന്തിനാ? മുട്ട പൊട്ടിച്ച് വരാനുള്ളതല്ല, അത് ഇതൊക്കെ റെഡിയായി കഴിഞ്ഞതിന് ശേഷം അതവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് ചിക്കൻ ക്രഷ് ചെയ്യാം. കയ്യിന് അടി കിട്ടുണ്ടോ? സത്യമായിട്ടും അടി കിട്ടും. ചെറിയ പൊട്ടെടുത്തിട്ടുള്ളൂ. ഞാൻ മാറിക്ക തുറക്ക് ഇത്ര ക്രഷ് ആവണ്ടില്ല കേട്ടോ. ചിക്കൻ ക്രഷ് ആക്കി ഇത് നമുക്ക് മസാല ഇടാം. ചിക്കൻ ഞാടട്ടേക്ക് പൗതി തൊള്ളിക്ക് ഒന്നിനും അയക്കണില്ല. ഇല്ല, ഞാൻ അയക്കണം ഇടും. വിശ്വാസം വിശ്വസിച്ചാൽ മതി. ഇല്ല സുഹൃത്തുക്കളെ, ഇവിടെ എന്താണെന്ന് പറയണില്ല കേട്ടോ. എന്താ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ പൊടി, മസാലകൾ സീക്രട്ട് ആക്കി വെക്കാം. ഈ പൊടി, പിന്നെ ഈ പൊടി ഉണ്ട്, പിന്നെ ഇതുണ്ട്, പിന്നെ ഇത് പിന്നെ അതും. ഇത്രയും പൊടികളേക്ക് ഇട്ടുക്കണം കേട്ടോ. എന്താന്ന് നമ്മൾ പറയണില്ല. ഇവിടെ എന്ത് കുക്കറാണ്? കുക്കറൊന്നൊക്കെ വെളിച്ചെണ്ണ വാർന്നു, മസാല മിക്സ് ചെയ്യുന്നു. മുട്ട പൊട്ടിച്ച് വരാനായോ? മുട്ട പൊട്ടിച്ച് പാരൂല സുഹൃത്തേ. പിന്നെന്തത് കാട്ടുക? അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു പിന്നെ കുക്കിങ്ങോട് കൂടി നശ്വ ബഹിരാകാശ യാത്രക്ക് റെഡി ആയിരിക്കുകയാണ്. എയർ കയറും. അപ്പോൾ സ്പേസിലേക്ക് യാത്ര പോകുന്ന നശ്വക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഈ കുക്കിങ്ങിൻ്റെ അവസാനമാകുമ്പോഴേക്ക് നശ്വക്ക് ഒരു സ്പേസ് യാത്രക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ടാവില്ലേ? അപ്പോൾ ഈ ഒരു യാത്ര ആരംഭിക്കാൻ പോകുന്ന നശ്വക്ക് എല്ലാവിധ ആശംസകളും. മുട്ട ഇതിക്ക് പൊട്ടിച്ച് വരണോ? അതല്ല ഞാൻ അത്രയും നേരം ചോദിച്ചു. മുട്ട പൊട്ടിച്ച് ഇതിക്ക് പൊട്ടിച്ച് പാരല്ല. ഈ മസാല തണുക്കല്ല ഒന്നുണ്ടായിട്ട് മുട്ട വേറെ പാത്രത്തിൽ ബീറ്റ് ചെയ്തിട്ട് ഈ മസാല അതിക്ക് ഇട്ടിട്ട് ഇതാക്കുക. എന്നിട്ട് ഉണ്ണിയപ്പ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിക്ക് ഇങ്ങനെ ഓരോ സ്പൂൺ കൊണ്ട് ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ. ഉപ്പിന്റെ എന്തെങ്കിലും കുറവുണ്ടാവും? ഉപ്പ് നല്ല ഉണ്ട്. ഇനി ഉപ്പിടല്ലേ? അത് മിക്സ് ചെയ്താണ്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കണം കേട്ടോ. പാകാണല്ലോ. കൂടുതലുള്ള മാതിരിക്ക് നിങ്ങൾക്ക് തോന്നിയേ? എനിക്ക് ഉപ്പ് നല്ല ഉണ്ട്. അല്ല, ഇതിക്ക് മുട്ട വരും. അപ്പോൾ സുഹൃത്തുക്കളെ, അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോവാണ് നിശ്വന്റെ കുക്കിങ്. എന്താ ഉണ്ണിയപ്പച്ചട്ടി വെച്ചു അല്ലേ? മസാല മിക്സ് ചെയ്യുക. നേരെ ഉണ്ണിയപ്പച്ചട്ടിയിൽ കൊണ്ടുപോയിടുക. ഇതാ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കണം അല്ലേ? ഇനി അത് ഫുള്ള് തീക്കിടോ? അതിങ്ങനെ ആക്കിയിരിക്കുന്നത് അത്ര മതിയോ? നോക്കട്ടെ, ലൂസിനനുസരിച്ചിട്ട് മതിയാവില്ല. എന്തായാലും ഇട്ടോ. ഒന്നൊരു ടൈറ്റ് ആവണ്ടേ? ടൈറ്റാ ലൂസല്ല ഉണ്ട് കുറച്ച്. അറിയില്ല, മോനോട് ചോദിച്ചു. ആ സ്വർണ്ണ നല്ലെണ്ണ എന്നുള്ള കുപ്പിയോ? അന്ന് നമ്മളാക്കിയതല്ലേ? ഓക്കെ. ടേസ്റ്റ് ചെയ്യാൻ റെഡി ആയിക്കോളിട്ടോ. ടേസ്റ്റ് ചെയ്യാൻ റെഡി ആയിക്കോളി. കഴിയാനായി. ഇട്ടിട്ടില്ല അമ്മ, പാരുന്നുള്ളൂ. കൈ കൊള്ളു നോക്കാൻ എന്നോട്.
യശ്വത്തുള്ള ഒരു പ്രവൃത്തി 0. ഉണ്ണിയപ്പ ചട്ടി എന്തുകൊണ്ടാ മൂടുക? മസാല റെഡിയാണ്, എണ്ണ റെഡിയാണ്. അമ്മ കിട്ടി. അമ്മ എന്നോട് എന്തോ പറയുന്നുണ്ട്. എന്തുമ്മ? ആ ഇത് വെക്കാൻ പറ്റുമോ? ചില്ലിന്റെ മൂടി മസാല ഒക്കെ പാകല്ലേ? പാകൽ ഉപ്പിടണോ? വേണ്ടല്ലോ. ഇതിലോ പൊരിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ചിക്കൻ ഉണ്ണിയപ്പം ഇതാ അവസാന ഘട്ടത്തിലേക്ക്. കോൺഫിഡൻസ് ഇല്ലേ? അടി പിടിച്ചാ കഴിഞ്ഞു. അടി പിടിച്ചാൽ നോക്കി കേട്ടോ. അതേ പറഞ്ഞത്, ഇതിന് ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഇനി ഈ ഒരു സംഭവം മാത്രം അതിന്റെ കറക്റ്റ് ടൈമിൽ എടുക്കുക. ചിലപ്പോൾ ഉണ്ണിയപ്പത്തിന്റെ ഷേപ്പൊന്നും ഉണ്ടാകും കേട്ടോ. ഫ്രൈ മാത്രം കിട്ടുക. ഓ ചട്ടിയാണ് നല്ല രസമുണ്ട്, ആകെ തിളച്ചു മാറിയുണ്ട്. ഇതിൽ വരുന്ന സാധനം എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. അപ്പൊ ഗായ്സ്, നശ്വര അതിബുദ്ധി കാട്ടിയതാണ്. വെളിച്ചെണ്ണയും ഓയിലും പാടെ എന്തായത് മിക്സ് ചെയ്ത്. ഇതിപ്പോ എന്താ വെച്ചാൽ ഉണ്ണിയപ്പം കാണുന്നില്ല, ആകെ പതഞ്ഞ്. അപ്പൊ ഇതിൽ മുങ്ങി തപ്പി മറിച്ചിടുന്നുണ്ട്. അപ്പൊ ഫുൾ പത. ഇതിന് നമുക്ക് വേറെ പേരിട്ടല്ലോ, പത ഉണ്ണിയപ്പം. ഓയില് മാറ്റല്ലേ അടുത്ത റൗണ്ടിന്? ഇതിനെ പൊരിച്ചാൽ മതി. ചട്ടക്കം ചൂടാക്കി വെച്ചാലും. പക്ഷെ കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്ത് ഒരു മണ്ടത്തരം കാട്ടി. നോക്കി, ഇതില് മുങ്ങി തപ്പി എടുക്കണം കേട്ടോ ഉണ്ണിയപ്പം. ഇതുള്ള വെന്തക്കൂല. നിങ്ങൾ ഇങ്ങനെ ഒരു ഉണ്ണിയപ്പം ചൂടൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിക്കണോ? മറിച്ചിട്. എന്തൊക്കെ മേളായിരുന്നു, ഇന്നതിമ തൊടാൻ വെക്കണില്ല. നിങ്ങൾ തൊട്ടാത് അങ്ങോട്ടാവും ഇങ്ങോട്ടാവും. വേമ്പ വേമ്പ വേമ്പ. ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടുമ്മ? നിങ്ങളാണ് ആവശ്യമില്ലാതെ പ്രോത്സാഹിപ്പിച്ച് ഇവിടെ. ഉണ്ണിയപ്പം റെഡി ആക്കണം കേട്ടോ. ഉണ്ണിയപ്പം തിന്ന് നോക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ചട്ടിൻ്റെ ഒരു ഇതെങ്ങനെ ആയിട്ടോ. കൊളായ വരിണ്ടല്ലോ ഉമ്മ. കൊളായ പോലെ ഉണ്ടല്ലോ. ഇത് രണ്ടും കണ്ടത് എനിക്ക് പ്രശ്നം. ഇത് രണ്ടും ഒന്ന് പൊട്ടിപ്പോയി, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നം. ടേസ്റ്റ് നോക്കി. ഉണ്ണിയപ്പം ജ്യൂസ് ആയിക്കണൂടെ. അപ്പൊ ചട്ടി ഫുള്ള് മാറ്റിട്ടോ. ചട്ടി ആകെ പതഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, പിന്നെ ഇത് ഓയിൽ മാത്രമാക്കി. ഞാന് വെളിച്ചെണ്ണയും കുറച്ച് ഇതാക്കിയാണ് അതിന്റെ മേലെ ഓയിൽ ഒഴിച്ച് മൊത്തത്തിൽ പതഞ്ഞ് പൊങ്ങി. അപ്പൊ ഇത് നമുക്ക് ഒരു ഇത് കിട്ടിയില്ലേ, പിന്നെ എന്താ വെളിച്ചെണ്ണ ഓയിലും ഒപ്പം എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്യാൻ പാടില്ല. എങ്ങനെയുണ്ട് സാധനം? അങ്ങനെ ഒരു ഗുണപാഠം നമുക്ക് കിട്ടി. സാധനം എങ്ങനെയുണ്ട്? സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. 30 വയസ്സ് ആകാൻ പോവാണ് ഈ മാസം ലാസ്റ്റ്. അപ്പൊ എന്താണ് നശ്വക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? 30 വയസ്സാകുമ്പോൾ നശ്വക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? എന്താ പറയാ, പ്രായം പെട്ടെന്ന് ഇങ്ങനെ ആവുകയാണ്. നല്ല സങ്കടം ഉണ്ട്. നിങ്ങൾക്കല്ലേ 30, എനിക്ക് 23 കേട്ടോ. ബാസിൽക്കാക്ക് മാർച്ചിക്ക് 30. ഞാൻ 31ആണ്, 30 അല്ല. 30 28 വയസ്സായിട്ടുള്ളൂ. 29. അപ്പൊ എനിക്ക് 24 ആവും. എനിക്ക് മാത്രല്ല കൂടുന്നത്, രണ്ടാക്കും എനിക്ക് 22 ഇപ്പൊ. ഈ സെപ്റ്റംബർ 27-ാം തീയതിക്ക് എനിക്കിപ്പൊ 23 ഇല്ല. ഇപ്പൊ 23 റണ്ണിങ് ആണ്. 24 സ്റ്റാർട്ട് ചെയ്യും 27-ാം തീയതി ആയാലും. മനസ്സിലായോ? എനിക്കിപ്പോ 28 റണ്ണിങ് ആണ്. 28 ഫുൾ ആയിങ്ങാണ്ട് 29 സ്റ്റാർട്ട് ചെയ്യും അടുത്ത മാർച്ച് ആയാല്. മനസ്സിലായോ? തിരിച്ചല്ലോ അല്ല ആണല്ലോ അതിന്റെ ഇത്. ഇത് റെഡി ആയിട്ടോ. ഇതൊന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് തിരിയുന്നു. അതൊന്നും കൂടി പക്കയായിട്ടോ. അതായത് നോക്കി, അതെ പെർഫെക്റ്റ് സംഭവമായി. ഇതെന്താ വെച്ചാൽ ഇങ്ങനെ അത് രണ്ടും പാടെ മിക്സ് ആയിട്ട് ആകെ പൊടിഞ്ഞ് സംഭവങ്ങൾ കഴിഞ്ഞിട്ടോ. പക്ഷെ ഇത് നോക്കി കറക്റ്റ് ഉണ്ണിയപ്പം വരെയായിട്ടോ. വാവ്, ഒരു സ്പൂണും കൂടി ഇത് പൊളിച്ചു പോണേ. ഇത് സെറ്റ്.
ഞാൻ ഒരു കില്ലാടി തന്നെ. കില്ലാടി അല്ല, കില്ലാടി ആയതുകൊണ്ടല്ല. പിന്നെ ഇതാണ് ഉണ്ണിയപ്പായത് കേട്ടോ. മറ്റേ ഞാൻ സങ്കടപ്പെടുത്തേണ്ട ഇത് ഉഷാറായി പറഞ്ഞു കേട്ടോ. ടേസ്റ്റ് ഇല്ല, ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇതിങ്ങനെ പൊടിഞ്ഞപ്പോൾ അതിന്റെ ഷേപ്പ് പോയില്ലേ. പക്ഷെ എന്നാലും എന്നെ നിരാശപ്പെടുത്തേണ്ട എന്തുകൊണ്ട് എന്ത് ചെയ്തു സംഭവം എന്തെങ്കിലും പറഞ്ഞല്ലോ. പക്ഷെ ഇത് ഉഷാറായപ്പോൾ എന്ത് ചെയ്താൽ ഞാൻ അതിന്റെ കുറ്റം പറഞ്ഞത്. അപ്പം അത് ടാലി ആയി പോയി അവിടെ. അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടെങ്കിൽ തിന്നാൻ കിട്ടൂല. അങ്ങനെ പറഞ്ഞോണ്ട് എനിക്ക് പ്രശ്നമില്ലല്ലോ. ഇതും ഒക്കെ നന്നായില്ലേ, ടേസ്റ്റ് എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇതൊന്നും ഇങ്ങനെ ആകെ ചുക്കി ചുളിഞ്ഞ് പൊടിഞ്ഞു, അതുണ്ടായത്. ടേസ്റ്റ് ഉണ്ടോ? ഭയങ്കര സിമ്പിള് സാധനമാണ്, ഏത് അടുക്കള കയറാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് വീട്ടുകാരെ നെട്ടിക്കുക, സ്തംഭിപ്പിക്കുക. ഇപ്പൊ ഞാൻ ബാസിൽ ഖാനെ സ്തംഭിപ്പിച്ച പോലെ. അതെ അതെ, ഞാൻ സ്തംഭിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതാണ് നിങ്ങളെ മരുമകൾ ഉണ്ടാക്കിയ ചിക്കൻ ഉണ്ണിയപ്പം. എങ്ങനെയുണ്ട്? ഇതാണോ അടിപൊളി? ഇതാണോ അടിപൊളി? ഇതല്ലേ? ഇതേപോലെ ആദ്യം രണ്ടു പാടെ മിക്സ് ചെയ്ത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് നശ്വ ഫ്രം മഞ്ചേരി. അപ്പോൾ ഇതാണ് നമ്മളത് കേട്ടോ. ഒന്ന് ജനം ആദ്യം അല്ലെങ്കിൽ ഇത് എടുത്താണ്ട് സിറ്റ് ഔട്ട് പോവാ. പോഗ് ഇതാ എൻഡ് ചെയ്യാൻ പോവാണ്. നമ്മളെ ചിക്കൻ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ട് കാണിച്ചു കൊടുത്താ. സംഭവം ആദ്യത്തെ പാളിയും രണ്ടാമത്തെ സെറ്റ് ആയിട്ടോ. ഇത് ആദ്യം ഉണ്ടാക്കിയത് ഓയിലും എണ്ണയും കൂടി മിക്സ് ആക്കിയിട്ട്. ഏതാ ആദ്യം ഉണ്ടാക്കി? ഈ സൈഡ്. ഓക്കെ. ഇത് രണ്ടാമത്തെ പിന്നെ ഉണ്ടാക്കി. ഒന്ന് എനിക്ക് തന്നാ, ഞാൻ ടേസ്റ്റ് ആവട്ടെ. നല്ല തന്നെ ഉണ്ട് കേട്ടോ. അതിൽ തരുമ്പോണ്ട കൈ തന്നാൽ മതി. ചൂടാണ്, ചൂട് ചൂട് ചൂട്. അതിൻ്റെ റബ്ബേ തൊള്ള പൊള്ളിച്ചു. പൊള്ളിയില്ലേ ഞാൻ ആദ്യേ പറഞ്ഞില്ലേ, ചൂടുണ്ടായ ടേസ്റ്റ് അറിയോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല ഒന്ന് ഇതായിക്കോട്ടെ, ചൂടാണ്. എങ്ങനെയുണ്ട്? അടിപൊളി. കാര്യത്തിൽ രസമുണ്ടോ? വെൽ ഡൺ. ഇതുപോലെ പുതിയ ഡിഷുകൾ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടാക്കുമ്പോൾ വന്നാലും ഇത് തളരാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും തമാശക്കാണ്. ഓക്കെ, ആ കാര്യം മൈൻഡിൽ എടുക്കുക. സെറ്റല്ലേ? ഹാപ്പി? അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു ഞെട്ടിക്കുന്ന വ്ളോഗായിട്ട് നെക്സ്റ്റ് വീണ്ടും വരുന്നതാണ്. എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുന്ന സമയത്ത് ബൈ ബൈ. നമുക്ക് വേറൊരു സാധനം ഉണ്ട്. അതെന്താ? അല്ല